സ്വർണ്ണക്കൊള്ളയിൽ VSSCയിൽ നടത്തിയ പരിശോധനാ ഫലം SITക്ക് ലഭിച്ചു. കൊള്ള നടത്തിയ സ്വർണത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ മൊഴി കള്ളമാണെന്നാണ് മനസ്സിലാവുന്നത്. 989 ഗ്രാമിൽ കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് VSSC റിപ്പോർട്ട്. കൃത്യമായ കണക്ക് നാളെ ഹൈക്കോടതിയിൽ നൽകും. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, അതിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ ഈ VSSCയിൽ നിന്നുള്ള അന്തിമ ഫലം വരുമ്പോൾ ഒരു വ്യക്തത വരുമെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ അത്തരമൊരു വ്യക്തത ലഭിക്കുന്നില്ല അല്ലേ? ഇപ്പോഴും ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്, കാര്യങ്ങൾ അങ്ങ് ക്ലിയർ ആവുന്നില്ല അല്ലേ? അതെ റോഷ്നി, ഈ കേസിൽ 12 പേർ നിലവിൽ പിടിയിലാണെങ്കിൽ കൂടി ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ഒന്നുപോലും ശാസ്ത്രീയ പരിശോധനയിലൂടെ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തെ ഏറെ കുഴപ്പിക്കുന്നത്. അപ്പോഴാണിതാ മോഷണം നടത്തിയ 3 പ്രതികൾ, അതായത് പ്രധാനമായും ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അടക്കം 3 പേരുടെ മൊഴി 989 ഗ്രാം സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിൽ നിന്നും അടർത്തിയെടുത്ത് അവിടെ നിന്നും കിട്ടിയത്. ബാക്കിയുണ്ടായിരുന്ന 575 ഗ്രാം സ്വർണം പൂശിയെന്നും അതിന് ബാക്കിയുണ്ടായിരുന്ന സ്വർണത്തിന്റെ തത്തുല്യമായ പണം അത് പല സ്പോൺസർഷിപ്പ് മുഖേന ശബരിമലയിൽ അന്നദാനം ഒപ്പം തന്നെ മറ്റ് അറ്റകുറ്റപ്പണികൾക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി സ്പോൺസർഷിപ്പ് വഴി ആ സ്വർണത്തിന്റെ തത്തുല്യമായ തുക കൈമാറിയെന്നുമായിരുന്നു 3 പേരുടെയും മൊഴി. എന്നാൽ ഇപ്പോഴിതാ VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് രണ്ടാമത്തെ ഫലമാണ്. ആദ്യത്തെ ഫലത്തിനെ തുടർന്ന് അതിൽ കുറച്ച് വ്യക്തത വരാനുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ഫലത്തിന് വേണ്ടിയിട്ട് പരിശോധന നടത്തിയത്. അതിന്റെ ഈ പരിശോധനാ ഫലം വന്നപ്പോഴിതാ അത് അവർ പറഞ്ഞ മുഴുവൻ മൊഴികളും നുണയാണ്. 989 ഗ്രാം അല്ല, കിലോ കണക്കിന് സ്വർണം നിലവിൽ ശബരിമലയിൽ നഷ്ടപ്പെട്ടു. എന്നാണെങ്കിലും നാളെ ഇടക്കാല റിപ്പോർട്ട് കൈമാറാനിരിക്കുകയാണ്. ഒപ്പം തന്നെ കുറ്റപത്രമടക്കം അന്തിമ റിപ്പോർട്ടടക്കം കൈമാറേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ VSSCയിലെ ശാസ്ത്രജ്ഞരുമായി നിലവിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള പരിശോധന ഇനിയും സാങ്കേതികമായി ശബരിമലയിലടക്കം എങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നേരത്തെ കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള സ്വർണം അത് ശബരിമലയിലെ സ്വർണമാണോ എന്നടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അങ്ങനെയുള്ള പല ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുകയാണ്. നിലവിൽ തന്നെ അന്വേഷണ സംഘം നിലവിൽ അവർ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള ആ മൊഴി തന്നെ കളവാണെന്ന് വ്യക്തമാകുന്നു. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നിന്നും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് എത്ര ഗ്രാം സ്വർണമാണ്? നഷ്ടപ്പെട്ട സ്വർണത്തിന് തിരികെ പൂശിയത് എത്ര സ്വർണമാണ്? തത്തുല്യമായ സ്പോൺസർഷിപ്പ് മുഖേന ശബരിമലയിലേക്ക് വന്ന പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എത്രത്തോളം കള്ളപ്പണം ഉണ്ടായിട്ടുണ്ട്? അതായത് ഇതേ സംബന്ധിച്ച് ED ഇപ്പോൾ ഇതാ ECR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അനുബന്ധമുള്ള മറ്റ് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് SITക്ക് ഈ ഒരു ആശയക്കുഴപ്പത്തിനിടയിൽ കൂടി കടക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴിതാ ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണെന്ന് പോലും SITക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് നാളെ കൊടുക്കുന്ന ഇടക്കാല റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്നത് ഏറെ ചർച്ചയാകുന്നത്. നാളെ എന്താണെങ്കിലും അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുൻപാകെ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വ്യക്തമാക്കും. അതിനുശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ കേസിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം. ഇനിയും ആ പരിശോധന VSSCയിലേക്ക് പരിശോധനാ ഫലത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലയ്ക്ക് ഒന്നുകൂടി SIT തയ്യാറാകുമോ എന്നത് ഇന്ന് ശാസ്ത്രജ്ഞനുമായി അടക്കം ഇന്നും ഇന്നലെയുമൊക്കെ തന്നെ SITയിലെ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയിരുന്നു. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഇപ്പോഴിതാ പ്രതികൾ 3 പേരും പറഞ്ഞ 989 ഗ്രാമും 575 ഗ്രാമിന്റെ കണക്കും കളവാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് റോഷ്നി.